കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീപക്ഷ നിലപാടുകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ആരോപണം നേരിട്ട് ഉടനെ തന്നെ ഒരു നിലപാട് എടുക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിച്ചു. അപ്പൊ അതുപോലെ തന്നെ ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതിയുടെ ഒരു എങ്ങോട്ടാണ് ഈ പരാതിയുടെ പോക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായ രീതിയിൽ പാർട്ടി നേതൃത്വത്തിൽ നിന്നും ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം. AICCയെ താങ്കൾ കാര്യങ്ങൾ ബോധിപ്പിച്ചിരുന്നു. AICC എങ്ങനെ ഇടപെടുമെന്നാണ് കരുതുന്നത്? ഇതിനകത്ത് AICC ഇടപെടുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രിയങ്ക ഗാന്ധി പോലൊരു നേതാവ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പൊ ആ ഒരു സംസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു ഇത്രയും പ്രബലനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു കോൺഗ്രസ്സുകാരനായിരുന്ന ഒരു നേതാവിൽ നിന്നും ഇത്തരം ആരോപണങ്ങളും പരാതികളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇതിൽ ഉറപ്പായിട്ടും AICCയുടെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകും. സച്ചിൻ, ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്ര സംരക്ഷിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തിട്ടും ഇങ്ങനെ നടക്കാൻ ആരാണ് രാഹുലിന് ധൈര്യം നൽകുന്നത്? ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഈ പാർട്ടിയിൽ ഒരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസമായിരിക്കാം ഒരു പക്ഷേ രാഹുലിനെ പോലൊരാൾക്ക് അമിതമായ ഒരു ആത്മവിശ്വാസമായി അതിനെ മാറ്റിയത്. ഈ പാർട്ടിയിൽ നിന്ന് നേരിട്ട് ഇതുവരെ അദ്ദേഹത്തിന് ഒരു സംരക്ഷണം കൊടുത്തിരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാര്യം പാർട്ടി ഒരിക്കലും ഇത്തരം ആരോപണം നേരിടുന്ന ഒരാളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പാർട്ടി ഒരിക്കലും രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്ന് ആർക്കും ഈ കാര്യത്തിൽ പറയാൻ സാധിക്കില്ല. അങ്ങനെ നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാൾക്ക് മറ്റൊരു തരത്തിലോ അദ്ദേഹം ഇപ്പോൾ പോപ്പുലർ ആയതുപോലും ഇങ്ങനെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരാൾക്ക് ഇത്ര ധൈര്യത്തോടെ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ അവഗണിച്ച് KPCC എടുത്ത തീരുമാനത്തെ അവഗണിച്ച് സസ്പെൻഡ് ചെയ്ത തീരുമാനത്തെ പോലും അവഗണിച്ചുകൊണ്ട് അങ്ങനെ തുടരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ബലം ഉണ്ടാവില്ലേ, അതിലൊരു ധൈര്യം ഉണ്ടാവില്ലേ? അത് എവിടുന്ന് വന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്കാർക്കും മറ്റേ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിന് പോലും ഇല്ലാത്ത പ്രിവിലേജ് അത് എവിടുന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഉണ്ടായി? ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ